പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് KSRTCയിൽ നിന്നുള്ള സർവീസുകൾ. അതായത് തൃശ്ശൂരിലേക്കാകട്ടെ, കോഴിക്കോടാകട്ടെ, കൊച്ചി, തിരുവനന്തപുരം, ഏത് ഭാഗത്തേക്കും ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾ, അതുപോലെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും അനുഭവിച്ച ദുരന്തമാണ്. ഈ സർക്കാരിൻ്റെ കാലത്തും പുതിയ സർക്കാർ രൂപപ്പെട്ടിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് തുടരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എറണാകുളം ജെട്ടി ഭാഗത്തേക്ക് മാത്രമാണ് സ്ഥിരമായി ഒരു ഫോർമാറ്റിൽ ബസ്സുകൾ പോകുന്നത്. മാത്രമല്ല ഈ കോഴിക്കോട് ഭാഗത്തേക്ക് ഉള്ള ബസ്സുകൾ, അതായത് ചമ്രവട്ടം വഴി പോകുന്ന ബസ്സുകളാകട്ടെ, കുറ്റിപ്പുറം വളാഞ്ചേരി വഴി പോകുന്ന ബസ്സുകളാകട്ടെ, അതുപോലെ തിരുവനന്തപുരം, അതുപോലെ കോട്ടയം, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, അതുപോലെ പാല, തൊടുപുഴ, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ കൃത്യസമയം പാലിക്കാതെ തോന്നിയതുപോലെ, ഈ ഡിപ്പോ എന്ന് പറയുന്നത് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു ഡിപ്പോയാണ്. ഇത്രയും ദേശീയ തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലത്ത് ഡിപ്പോയുടെ ആളുകളുടെ തോന്നിയാസത്തിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ബസ്സുകൾ വിടുന്ന ഒരവസ്ഥ ഇവിടെ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊന്നാനി റൂട്ടിൽ അത് നമുക്ക് കൃത്യമായി പറയാനുള്ള സാഹചര്യം, നമ്മുടെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നവരുടെ പരാതി കിട്ടിയിട്ടാണ് ഈ യാത്രയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ലോങ് റൂട്ടിൽ പോകുന്ന ബസ്സുകളാകട്ടെ, ഒരു സമയനിഷ്ഠയില്ലാതെ തോന്നിയ സമയത്ത് ഡിപ്പോയുടെ ചാർജുള്ള ആളുകളുടെ തോന്നിയാസമാണ് എന്താണെന്ന് അറിയില്ല. എന്തായാലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ബസ്സുകൾ വിടുന്ന ഒരു സാഹചര്യമുണ്ട്. പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ തോന്നിയതുപോലെ 10 മിനിറ്റ് മുമ്പ് വിടുന്നു, 10 മിനിറ്റ് കഴിഞ്ഞ് വിടുന്നു. ഡിപ്പോയുടെ ആളുകൾ ഏത് സമയം ആഗ്രഹിക്കുന്നു ആ സമയം അനുസരിച്ച് ചില ദിവസം നേരത്തെ പോകും, ചില ദിവസം എത്തുമ്പോൾ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും, ഒരുപാട് ലേറ്റ് ആകും, അതുപോലെ വഴിയിൽ കിടക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്നാൽ യാതൊരു പരാതിയുമില്ലാതെ എല്ലാവരും യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. വഴിയിൽ കിടക്കുന്നു, എത്ര നേരം വൈകി ബസ് കിട്ടിയാലും, തോന്നിയ സമയത്ത് ബസ് വന്നില്ലെങ്കിലും ഒരു പരാതിയും ആർക്കുമില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തിന് ഉടനടി സർക്കാർ പരിഹാരം കാണണം. കാരണം ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള ബസ്സുകളുടെ അവസ്ഥ ഇത്രയും പരിതാപകരമാണ് എന്നുള്ളത് നാണിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ ബസ്സുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണല്ലോ. പിന്നെ ഇവരെന്താണ് ഈ വാർത്തകളിൽ പറയുന്നത്? എന്ത് ബസ്സിന് ക്ഷാമം ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രാവിലെ 7 മണിയോടുകൂടി എടുക്കുന്ന വിഷ്വലാണ്. ഇത് 7-7:30 സമയത്ത് എടുത്ത ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ ഒരു സ്റ്റാൻഡ് ആക്റ്റീവായി വരുന്ന സമയത്തെ ദൃശ്യങ്ങളാണ്. എന്നാൽ ഈ സമയത്ത് പോലും കറക്റ്റായിട്ട് ബസ്സുകൾ പോകുന്നില്ല, സമയനിഷ്ഠ പാലിക്കുന്നില്ല, തോന്നിയ സമയത്ത് എടുത്തു പോകുന്നു, ചില ദിവസങ്ങളിൽ വൈകി എടുത്തു പോകുന്നു. അത് തീർച്ചയായിട്ടും യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അതാണ് ഈ വാർത്തയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ആളുകളിലേക്ക്, സർക്കാരിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക.